വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ഹലോ, ഉറക്കെ പറയൂ. അതെ, ഫ്രീ ആണോ? അതെ, ലൈവിലാണ്, പറഞ്ഞോളൂ. ലൈവിലാണല്ലേ? ആ, എനിക്ക് ചോദിക്കണത് ഉറക്കെ പറയൂ. വെള്ളത്തിന്റെ അല്ലേ? ആ, അതിപ്പോ സംസം വെള്ളം നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. അതെ. അത് തന്നെയായിരിക്കും ഇപ്പൊ പുണ്യജലം എന്ന് പറയുമ്പോ. വിദേശത്ത് നിന്ന് വരുന്ന മുസ്ലിങ്ങൾ കുടിക്കുന്ന പുണ്യജലം ഏതാണ്? മക്കൈമേരി. അതേതാ? സംസം വെള്ളം. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. അല്ല അപ്പോ അല്ല, ന്യൂസില് ആദ്യം വന്നപ്പോ ഇന്നലെ ന്യൂസില് എന്തിനാണ് അങ്ങനെ ഒരു ആംബിഗ്യൂറ്റി ഇതിനകത്ത് കൊണ്ടുവരുന്നത്? വൈ? നിങ്ങളിപ്പോൾ ചൈനയിൽ നിന്നും വന്ന ആളുകളിലൂടെയാണ് കോവിഡ് പടർന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? മുൻകരുതൽ എടുക്കാനല്ലേ? അപ്പോൾ ഈ പറയുന്ന മുൻകരുതൽ മക്കയിൽ നിന്ന് വരുന്ന ആളുകൾ, ഈ പുണ്യജനമായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടേ മുൻകരുതൽ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പബ്ലിക് ഹെൽത്ത് വ്യൂ പോയിന്റിൽ നമ്മൾ കൃത്യമായിട്ട് പറയണ്ടേ കാര്യം? അത് പറയാതെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അത് ശരിയാണോ? അത് ശരിയല്ല. അപ്പോൾ പബ്ലിക് ഹെൽത്ത് വ്യൂ പോയിന്റിൽ അത് തെറ്റല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് ചെയ്തത് ശരിയാണോ? നമ്മളെ മന്ത്രി ചെയ്തത്? തീർച്ചയായും. മാധ്യമങ്ങൾ അത് ചെയ്യുന്നത് ശരിയാണോ? ആ നിലപാട് അല്ല. അപ്പൊ അവരെന്തുകൊണ്ട്, എന്ത് കാരണം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? അത് ഇവിടെയുള്ള ഇപ്പൊ ഗംഗാജലത്തിലൂടെയാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ അവര് ഗംഗാജലം എന്ന് എഴുതില്ലേ? എഴുതിയിട്ടുണ്ടല്ലോ. അതിനൊരു കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് വല്ല വെള്ളമുണ്ടോ? ക്രിസ്ത്യാനി വല്ലതുമാണ് നിങ്ങള്? ഞാൻ വിശ്വാസിയല്ല. കോയാണോ? വെൽക്കം. കോയാണ് നിങ്ങൾ? കോയാണ്? അതെ, പാലക്കാട് കോയ. എന്നിട്ടാണോ നിങ്ങൾ സംസം വെള്ളത്തെ ഇതുപോലെ അതീന്നാണെന്ന് പറഞ്ഞത്? പറയാൻ തോന്നി, പറഞ്ഞു, അത്ര തന്നെ. കയ്യിന്ന് പോയി, സാരല്ല, പോട്ടെ. എന്തായാലും നിങ്ങൾ വിളിച്ചത് സന്തോഷം. അപ്പോൾ പറയൂ ബാക്കി. അപ്പോൾ ഇത് ശരിയാണോന്നാ ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ഇരട്ടത്താവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങളൊരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറയും. തീർച്ചയായിട്ടും. അപ്പോൾ അത് കോൾ ഔട്ട് ചെയ്യുന്ന, ഇപ്പം ഞാനിത് കോൾ ഔട്ട് ചെയ്യുമ്പോൾ എന്നെ സംഖ്യയാക്കിയതുകൊണ്ട് കാര്യമുണ്ടോ? ഉണ്ടോ? തീർച്ചയായിട്ടും. അതിപ്പോ എല്ലാം ആക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കണം, അങ്ങനെ ആക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. കാര്യമില്ല. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഈ വസ്തുത വിളിച്ച് പറയുന്ന ആളല്ലേ? തീർച്ചയായിട്ടും അത് പറയുന്നത്. കാരണം എന്നുവെച്ചാൽ ഞാൻ ആദ്യം ഒരു അന്തം കോയായിരുന്നു. അന്തം കോയ? നിങ്ങളുടെ വീഡിയോ കണ്ട ശേഷം കുറച്ചൊക്കെ നമ്മൾ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു മേലെ. ഒരു എന്നുവെച്ചാ ഇപ്പൊ പെരുമാറാണ് കൈ കിട്ടിയാവുന്നത്. ഓഹോ, അങ്ങനെയായിരുന്നു. പിന്നെ എങ്ങനെ മാറി? അങ്ങനെ വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പൊ എന്റെ വീഡിയോ തന്നെ എന്തിനു കണ്ടു? ഇവിടെ ലിയാക്കത്തിന്റെ വീഡിയോ ഉണ്ട്, വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നതാണ് പുള്ളി പറയാറ്. ഇടയ്ക്ക് നമ്മളെ ആളുകളൊക്കെ തെറിയൊക്കെ വിളിക്കും, അത് വേറെ കാര്യം. ചില ഹലാൽ തെറികളൊക്കെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ പുള്ളി വിളിക്കും. പിന്നെ ലിയാക്കത്തിന്റെ വീഡിയോ ലൈവ് കാണാൻ ക്ഷമയില്ല. എത്ര നേരം വീഡിയോകള് റെക്കോർഡ് ചെയ്തു. എങ്ങനെ? അല്ല, 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വീഡിയോ നമുക്ക് കണ്ടിരിക്കാൻ പറ്റണ്ടേ? അങ്ങനെ 1 മണിക്കൂർ ഇന്നലെ മറ്റേ ജസീമിന്റെ വിളിച്ചല്ലോ അതുപോലെ. അത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലിയാക്കത്ത് റോങ് സംസാരം. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നി? ലിയാക്കത്ത് ജസ്റ്റ് അലഗേഷൻ അത് വെച്ചുള്ളൂ, തെളിവില്ലല്ലോ ഒന്നിന്. ഇപ്പൊ മേടിച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, അതിപ്പോ ബാദുഷാനെ ലിയാക്കത്ത് തന്നെയാണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബാദുഷാ തന്നെ പറയുന്നുണ്ടല്ലോ, ആ പറയുന്ന ആള് നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി, ഒരാൾ പരിചയപ്പെട്ടു പോയി എന്നതിന്റെ പേരിൽ അതിൽ എന്താണ്? ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഹിന്ദുക്കളില്ലേ? അതിൽ സംഖ്യകളില്ലേ? നമ്മുടെ വീടിനടുത്ത് തന്നെ. അപ്പൊ നിങ്ങൾ അവരെ കാണുമ്പോ ഇങ്ങനെ വഴിമാറി നടക്കുവോ? ഇല്ല. നിങ്ങൾ അവരോട് സംസാരിക്കാറില്ലേ? പിന്നെ അവര് നിങ്ങളെ ഓണത്തിന് വിളിക്കോ അല്ലെങ്കിൽ വല്ല പരിപാടിക്കോ വിളിക്കോ? അവര് വല്ല പായസം കൊണ്ട് തരുവൊക്കെ ചെയ്യും? ബിരിയാണി കൊടുക്കും. അപ്പൊ നിങ്ങൾ അവരുടെ പായസം നിങ്ങൾ വാങ്ങിച്ചു കുടിക്കുകയല്ലേ? അമ്പലപരിപാടിക്ക് പായസം തരും. അപ്പൊ നിങ്ങൾക്കില്ലാത്ത ഈ ആയിത്തം, അതായത് ഒരു വിശ്വാസിയായിരിക്കെ ഖുറാനിൽ ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന എന്താണ്? ഒരു ജൂതനോ ക്രിസ്ത്യാനി എതിരെ നടന്നു വരുമ്പോൾ അവർക്ക് വഴി ഇടുക്കി കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ലാത്ത നല്ലൊരു മുസ്ലിമാണ്. തീർച്ചയായിട്ടും. അല്ല, ഞാനൊന്നും പറയാം, നമുക്ക് ഇസ്ലാമിനെ പറ്റി വിവരമില്ലാത്ത. അതെ. അപ്പൊ നമ്മളിങ്ങനെ മതേതരത ജീവിച്ചു പോകുന്നു. അല്ലാത്ത പക്ഷം ഇസ്ലാം പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പെരുമാറില്ലല്ലോ. എങ്ങനെ? മനസ്സിലായില്ല. അല്ല, ഈ മതമൊന്നും അറിയാതെ, എന്നുവെച്ചാ മതത്തിലൊരു കാര്യം അറിയാതെ, ഇതൊന്നും അറിയാതെ ജസ്റ്റ് മദ്രസയിൽ പഠിച്ച് സാധാ ഒരു മുസ്ലിം ജനിക്കുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ മതം ഡീപ്പായി പഠിച്ച ആൾക്കല്ലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മളൊരു സാധാ ഒരു വിശ്വാസി നിലയ്ക്ക്
ഇങ്ങനെ പോകുന്നു എല്ലാവരുമായിട്ട് കൂട്ടു ഇതാവാതെ. ഓക്കെ, അതായത് നിങ്ങൾ മതം അധികം പഠിക്കാത്തതുകൊണ്ടാണ് മതേതരത്വം ഒക്കെ കൊണ്ട് നടക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. അതെ അതെ. എന്ന് വെച്ചാൽ മതം പഠിച്ചാൽ നിങ്ങൾ ഒരു ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി നടക്കും, അല്ലെങ്കിൽ മതേതരത്വത്തിനെതിരെ നിൽക്കും. ഒരു യഹിയ സിൽവർ ആവാൻ ചാൻസ്. യഹിയ സിൽവർ ആവാൻ ചാൻസ് മതം പഠിച്ചു മത അപ്പൊ ഏതൊരു മുസ്ലിമിനും ഒരു യഹിയ സിൻവർ ആവാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ ബുദ്ധിയുള്ളവർ ചിന്തിക്കും, അല്ലാത്ത പക്ഷം. അതെ, ഏതൊരു മുസ്ലിമിനും അതൊരു 50% ചാൻസ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് വെച്ചാൽ യഹിയ സിൻവർ ഒരു തീവ്രവാദിയാണ്. തീർച്ചയായും. അപ്പൊ ഏതൊരു മുസ്ലിമിനും ഒരു യഹിയ സിൻവറിനെ പോലെ ഒരു തീവ്രവാദിയാകാനുള്ള സാധ്യത 50% ഉണ്ട്. തീർച്ചയായും മതം പഠിച്ചു കഴിഞ്ഞാൽ മതം പഠിച്ചാൽ അതെ ഇൻഫ്ലുവൻസ്, പിന്നെ ഈ പറയുന്ന ദാവാ പ്രവർത്തനം ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതായത് ഏതൊരു മുസ്ലിമിനും ഒരു യഹിയ സിൻവർ ആകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ അതായത് ഏതൊരു മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ യഹിയ സിൻവർ ആണ്. പൊട്ടൻഷ്യൽ യഹിയ സിൻവർ ആണ്. അതായത് ഏതൊരു മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ്. ഞാനും ആയിരുന്നു ഒരു പക്ഷേ. നമ്മള് നിങ്ങളുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ഇസ്രായേൽ ഇറാൻ വാർ വന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നി ജൂതന്മാരെ കല്ലെടുത്ത് കൊല്ലണം ഇസ്രായേലുകാരെ. നിങ്ങൾക്ക് തോന്നി? അപ്പൊ ഇത് അധികം ആയിട്ടില്ലേ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ചിന്തയിലേക്കൊക്കെ മാറിയിട്ട്? അധികമൊന്നും ആയിട്ടില്ല. എത്രയായി? 2-3 മാസം ആയിട്ടുള്ളൂ. 2-3 മാസം ആ ചിന്തയിലേക്ക് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറയപ്പോ നിങ്ങൾ സമാധാനമായിട്ട് പറഞ്ഞു. ഇത്ര കാലം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇസ്രായേൽ വന്നിട്ട് എന്താണ് മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നത്, സ്ഥലങ്ങൾ അടിച്ച് ഗസയൊക്കെ പിടിച്ചെടുക്കാൻ, അതുപോലെ ഇറാൻ പിടിച്ചെടുക്കാൻ, ലെബനൻ പിടിച്ചെടുക്കാൻ, സിറിയ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലായി. നമ്മള് കൂടുതൽ ന്യൂസ് വായിക്കും, കാര്യങ്ങൾ അറിയുകയും ചെയ്യുമ്പോൾ നമുക്ക് വഴി മാറ്റം വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വീഡിയോ ഒക്കെ വേറെ യൂസ്ഫുൾ ആയി കുറച്ചൊക്കെ. പക്ഷെ നമ്മള് ഇത് പുറത്ത് കാണുന്നത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല, നമുക്കറിയാലോ. നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു നോക്കിയോ? വീട്ടിലോ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ? നമ്മുടെ വർഗത്തിൽപ്പെട്ടെടുത്ത് പറഞ്ഞില്ല, പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയാം, അതറിയാം. നിങ്ങൾ അങ്ങനെ മുസ്ലിം ഫോബിയ ആകല്ലേ? ഒരു ഒരു കോയല്ലേ, ബോധമുള്ള കോയല്ലേ? നിങ്ങൾ അങ്ങനെ മുസ്ലിം വിരുദ്ധരാകല്ലേ? വിരുദ്ധരാവില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നീ എന്താണ് സംഖ്യയാണ്, BJP-കാരനാണ്. നിങ്ങൾ സംഖ്യയാണോ? ഞാനാ കൊറച്ചൊക്കെ സംഖ്യയാണ്. എന്തുകൊണ്ട്? മോദിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്താ മോദി ചെയ്ത നല്ല കാര്യം? എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു? ഈ പറയുന്ന മുത്തലാഖ് ബാനിങ് അതുപോലെ തന്നെ കാര്യങ്ങൾ. ഓക്കെ, ഒരു മുത്തലാഖ് ബാനിങ് നിങ്ങൾക്ക് ഒരു ഭയങ്കര ഇമ്പാക്ട് ഉള്ള സാധനമായിട്ടാണ് തോന്നിയത്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഉദാഹരണം? പിന്നെ ഈ കാശ്മീരില് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഒക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ഇപ്പോ കേരളത്തിലിപ്പോ ട്രെയിനിന്റെ സംവിധാനം അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഡെവലപ്മെന്റ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നു? അതൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മുന്നേ അല്ലെങ്കിൽ നിലനിന്നിരുന്നത് ഏതൊരു ആശയത്തിലാണ്? കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ അതോ ലീഗ് ആയിരുന്നോ? ഞാൻ അങ്ങനെ എനിക്ക് ഇതൊന്നും പാർട്ടിയൊന്നുമില്ല. ഞാൻ അല്ല നേരത്തെ പറഞ്ഞ ആദ്യം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പിന്നെ അവരുടെ ഈ ആറ്റിറ്റ്യൂഡും പിന്നെ ഈ പറയുന്ന കൊറപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം എന്താണ്? പറഞ്ഞ അവരുടെ ഇപ്പത്തെ നമ്മുടെ നേതാക്കന്മാരുടെ വിദ്യാഭ്യാസ മന്ത്രിയായാലും അതുപോലെ തന്നെ നമ്മളെ ഈ അതുപോലെ തന്നെ പിണറായി വിജയൻ ചില സമയത്തുള്ള ആറ്റിറ്റ്യൂഡ് ഈ വ്യക്തിപരമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രശ്നം. വ്യക്തിപരം പിന്നെ അങ്ങനെ പിന്നെ തോന്നിയത് വിദ്യാഭ്യാസ മന്ത്രി. കാരണം വിദ്യ ഇല്ലാത്ത മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി ആക്കിയത്. അതൊക്കെ ഒരു കുറവല്ലേ? അതിപ്പോ നമ്മുടെ പൊതുവെ ഇപ്പോ കേന്ദ്രത്തിൽ പോലും പലപ്പോഴും നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഈവൻ മോദിയുടെ മന്ത്രിസഭയിൽ പോലും എല്ലാവരും അങ്ങനെ ഈക്വലി ക്വാളിഫൈഡ് ആണോ? അല്ലല്ലോ. അപ്പൊ അതൊരു കാരണമാണോ? കാരണം എനിക്ക് തോന്നി അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ പിന്നെ ഈ പറയുന്ന പ്രീണനം നിങ്ങൾ പറഞ്ഞ അത് തോന്നി പറഞ്ഞാൽ അത് കുറച്ചൊക്കെ ഒരു അപകടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീണനം കൊണ്ട് ഇപ്പൊ വഖഫിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളോടൊപ്പം അവർ നിന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങൾ ഈ പ്രീണനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം. അതായത് മുസ്ലിങ്ങളുടെ സംരക്ഷകർ തങ്ങളാണ്
ഓക്കെ, തങ്ങളെന്ന് ഉദ്ദേശിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ. അവർ പറയുന്ന കാര്യമാണ്, ഞങ്ങളില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ BJP-ക്കാർ നിങ്ങളെ തിന്നു കളഞ്ഞാന് എന്ന് പറയുന്നൊരു നിലപാട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ വെക്കാറുണ്ട്. BJP-യുടെ വളർച്ച കേരളത്തിൽ തടഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് അവർ അവകാശപ്പെടുക. അപ്പോൾ അതിൽ അവർ പറയുന്നത് ഈ തടയുക എന്ന് പറയുമ്പോൾ അവർ തടഞ്ഞത് പ്രധാനമായിട്ട് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. കാരണം മുസ്ലിങ്ങളെ തിന്നാൻ നിൽക്കുന്ന ആളുകളാണ് BJP. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ സത്യത്തിൽ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ അനുവദിക്കാതെ, നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള നിങ്ങളുടെ ഉന്നമനം, ഉന്നതി ഇതൊന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ അടിച്ചമർത്തുന്നതിലേക്ക് വരെ ആ ഒരു നിലപാട് വഴിവെച്ചിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ബിഗോട്ടറി, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് അറിയുന്ന ഒരാളുണ്ട്, കോൺഗ്രസ്സുകാരനാ. അവർ അസൽ കോയാണ്. ആള് പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദു രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെ മൊത്തം ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ചവിട്ടി പുറത്താക്കും. അതുപോലെ ഹിന്ദു രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മൊത്തം ചവിട്ടി പുറത്താക്കും, പിന്നെ ക്രിസ്ത്യാനിനെ പുറത്താക്കും, പിന്നെ ഹിന്ദുക്കൾ മാത്രമാകുന്നു, അങ്ങനെയൊക്കെ എന്താ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, രണ്ട് കാര്യമാണ് എനിക്ക് അവിടെ ചോദിക്കാനുള്ളത്. അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടായി, അവിടെ നിന്നും ഹിന്ദുക്കൾ മാത്രമാകുന്നു, ബാക്കിയുള്ള ആളുകളെ മുഴുവൻ പുറത്താക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ആക്കിയതിന് ഒരു മുൻ മാതൃക എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യമോ പഞ്ചായത്തോ? അങ്ങനെയില്ല. പിന്നെ അതിന് ഉദാഹരണം ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക രാഷ്ട്രമല്ലേ, അത് ഹിന്ദു രാഷ്ട്രമല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാകുന്നു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നു. നിങ്ങൾ ഏത് രാഷ്ട്രത്തിൽ ജീവിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുക? മതേതര രാഷ്ട്രത്തിൽ ജീവിക്കാൻ ആഗ്രഹം. അതെ, മതേതരത്വം പോവാണ്. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ വരികയാണ്, സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയുമായിട്ട് പിരിയുന്നു. ഓക്കെ, സൗത്ത് ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രവും നോർത്ത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നു വിചാരിക്കുക. നിങ്ങൾ സൗത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളാണ്, കേരളത്തിൽ. നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യത്ത് തന്നെ തങ്ങോ, അതോ നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് ഈ പറയുന്ന ഹിന്ദു രാഷ്ട്രത്തിൽ പോയി അഭയം പ്രാപിക്കോ? നാട് വിട്ട് പോകണം നല്ലതെന്ന് തോന്നുന്നു. എങ്ങോട്ട് ആ നാട് വിടും? എന്തിനാ നാട് വിടണം? ഇസ്ലാമിക രാജ്യത്താണ് ജീവിക്കണമെങ്കിൽ എന്തിനാ നാട് വിടണ വെച്ചാൽ നമുക്ക് അല്ല, നിങ്ങൾ ഇസ്ലാമിക രാജ്യത്തല്ലേ ജീവിക്കുന്നത്, അപ്പൊ പിന്നെ എന്തിനാ നാട് വിടുന്നത്? ഇത് കേരളോ? അല്ല, ഞാൻ പറഞ്ഞ ഈ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എടുക്കുക. അതായത് ഒരു അഫ്ഗാനിസ്ഥാൻ പോലെ ഒരു സ്ഥലമാവുന്നു, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യമാവുന്നു, ശരിയാ ഭരണം നിലനിൽക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യമാകുന്നു സൗത്ത് ഇന്ത്യ. കേരളം, കർണാടകം, അതുപോലെ തമിഴ്നാട്, നമ്മളുടെ ഒരു മഹാരാഷ്ട്ര, ആന്ധ്ര, ആ ഒരു ഭാഗം. ഓക്കെ, അവിടുന്ന് മധ്യപ്രദേശ് മുതൽ അങ്ങോട്ട് ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് രാഷ്ട്രത്തിലാണ് നിങ്ങൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുക? എനിക്ക് ആടിനേക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോകും. ഹിന്ദു രാഷ്ട്രത്തിലേക്ക് പോകും. ഹിന്ദു രാഷ്ട്രം താല്പര്യമില്ലേ? അപ്പൊ നിങ്ങൾ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് പലായനം ചെയ്യും? തീർച്ചയായിട്ടും. അപ്പൊ അവര് നിങ്ങൾ എടുക്കുവോ? പ്രതീക്ഷയുണ്ട്. ഈ ഒരു പ്രതീക്ഷ ഈ പറയുന്ന ഹിന്ദു രാഷ്ട്രത്തിലുള്ള ഒരാൾക്ക് ഈ താഴെ ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് വരുമ്പോ ഉണ്ടാവോ? അടിമയായിട്ട് ജീവിക്കാം. അപ്പൊ അതാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം. ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടായി അതിനകത്ത് കുഴപ്പമുണ്ടാകുമെന്ന് പറയാൻ ഒരു മാതൃക പോലും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നിരിക്കെ, ഇവിടെ ഈ ഇസ്ലാമിക രാഷ്ട്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിന്ദു രാഷ്ട്രം അതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളെ പേടിപ്പിക്കുന്ന ഒരു പരിപാടിയല്ലേ ഇവിടെ നടക്കുന്നത്? അങ്ങനെയല്ലേ? അത് അതിന്റെ പിന്നാലെ പോയി സമയം കളയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ സംഘി എന്നല്ലേ നിങ്ങൾ വിളി കേൾക്കുന്നത്. ഇപ്പം നിങ്ങൾ കുറച്ചൊക്കെ സംഘി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ കുറച്ചൊക്കെ സംഘി ആയത്? നിങ്ങൾ തുടക്കത്തിൽ ഇതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങളെ നാട്ടുകാർ സംഖ്യയാക്കല്ലേ ചെയ്തത്? നിങ്ങൾ ആരെങ്കിലും സംഖ്യന്ന് വിളിച്ചോ? വിളിച്ചിട്ടില്ല, ഇതുവരെ എവിടെയും വിളിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മോദിനെ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട, ഞാനും അത് വേണമെന്നൊന്നും. ഞാനും മോദിനെ ഒന്നും അല്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്ത് കാരണം കൊണ്ട് മോദിയെ സപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഞാൻ പറയും, ചില കാര്യങ്ങളിൽ ഞാൻ പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ആക്ഷനെയാണ്, അവരുടെ പോളിസികളെയാണ്.
ആ ഗവൺമെൻറ് കൊണ്ടുവരുന്നത് അത് ആ ഗവൺമെൻറ് കൊണ്ടുവരുന്ന സംഗതിയാണ്. ഇപ്പോൾ വഖഫ് അമെൻമെൻറ്റ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ, യൂണിഫോം സിവിൽ കോഡ് ഞാൻ അതിനെ സപ്പോർട്ട് കൊണ്ടുവരുന്ന ആളാണ്. എന്തുകൊണ്ട് വഖഫ് അമെൻമെന്റ് സപ്പോർട്ട് ചെയ്യുന്നു? കാരണം അത് ഒരു കിരാത നിയമമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി കാണിച്ചിട്ട് അത് വഖഫാണെന്ന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ട്രൈബ്യൂണലിൽ തീരുമാനിക്കുന്ന വിധി അന്തിമമാണെന്ന് പറയുന്നത്, അങ്ങനെയുള്ള കാടൻ നിയമങ്ങളല്ലേ സെക്ഷൻ 40 ഒക്കെ അതിലല്ലേ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഏകപക്ഷീയല്ലേ? അതൊക്കെ ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? അതായത് ഇവിടുത്തെ കോടതിക്ക് പോലും ഇടപെടാൻ പറ്റാതെ വഖഫ് ട്രൈബ്യൂണലിന് അവരുടെ തീരുമാനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട ഒരു ഗതികേട് ഇവിടുത്തെ മറ്റു മതസ്ഥരായിട്ടും അതിൽ മുസ്ലിങ്ങൾക്ക് വരെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ പിന്നെ ഇവിടെ എന്തിനാ സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ? കോടതിക്ക് മുകളിൽ ഒരു കോടതി വരാൻ പാടുണ്ടോ ഈ പറയുന്ന രീതിയിൽ? അപ്പോൾ വഖഫ് നിലനിന്നിരുന്ന ആ രീതിയിലായിരുന്നു. അതുകൊണ്ട് അതിന് അമെൻമെൻറ്റ് അത്യാവശ്യമാണ്. അത്തരം കാടൻ ഈ പല്ലും മുള്ളും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുണ്ടായിരുന്നു ഈ പറയുന്ന വഖഫിന് നിയമത്തിന്. അത് അമെൻഡ് ചെയ്യണം. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയാം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത് കൊണ്ടുവരുന്നില്ല. അതുകൊണ്ടാണല്ലോ 15 വയസ്സിലും വിവാഹം. പക്ഷേ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് കേരള ഗവൺമെന്റിന് കൊണ്ടുവരാലോ? കേരള ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ടോ? അതെന്താ കൊണ്ടുവരാത്ത? അവരെതിർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പോളിസിയോട് നമുക്ക് എതിർപ്പാണ്. അതേസമയം കേരള ഗവൺമെന്റിന് കൊണ്ടുവരാമെന്നിരിക്കെ കേരള ഗവൺമെന്റ് അത് കൊണ്ടുവന്നാൽ നമ്മൾ പിണറായിയോടൊപ്പം നിൽക്കൂലേ? അപ്പോൾ അവിടെ നമ്മൾ എന്തിനാ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്? പിണറായിനെയാണോ? ആ പോളിസിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ പിണറായി വിജയൻ ഇപ്പോൾ ഇവിടെ ഈ സിൽവർ ലൈൻ ആ ഒരു റെയിൽവേ പ്രൊജക്ട് കൊണ്ടുവന്നപ്പോൾ എനിക്കൊക്കെ അത് താല്പര്യമായിരുന്നു ഉള്ള കാര്യം പറയുകയാണെങ്കിൽ. പക്ഷേ നല്ലൊരു ആക്ഷൻ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഈ ഹൈവേ പ്രൊജക്ട്സ് ഇവിടെ നടക്കുന്നു, അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നു. സ്ഥലം ഏറ്റെടുക്കുന്നതിനും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് വരുന്നു എന്നാണ് പറയുന്നത്. വന്നു എന്നതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ അത് നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ് അതിന് വലിയ തോതിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അവരെയും സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെയല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ആദ്യത്തെ ഭരണം എന്ന് പറയുന്നത് നല്ല ഭരണമാണ്. കാരണം കൊറോണ സമയത്തുള്ള ഒരു അതെ, അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഉടനെ നമ്മൾ അല്ല അതിനെ അംഗീകരിക്കാലോ. ഉടനെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാവോ? ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ പോലും കൈയടിച്ചൊരു കാര്യമില്ലായിരുന്നത് എന്ന് പറഞ്ഞ മാതിരി നമുക്കിപ്പോൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അത് ഇവിടെ നടക്കുന്നില്ല. രണ്ടാം പിണറായി നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഒന്നാം പിണറായി നമുക്ക് ഇഷ്ടപ്പെടുന്നു. ഇനി മൂന്നാം പിണറായി ഇവിടെ വരും, ഒരു രക്ഷയില്ല. ഇഷ്ടപ്പെട്ടേ യു ഡി എഫിന് ചാൻസ് വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. മൂന്നാമതും പിണറായി വരാൻ ഇവിടെ യു ഡി എഫ് എന്താ പണിയെടുക്കണേ? ഇല്ല. എന്തെങ്കിലും പണിയെടുത്താലല്ലേ ജയിക്കുക? എന്തെങ്കിലും പണി അവർ പ്രതിപക്ഷം എന്നുള്ളൊരു ഫീൽ അവരെവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ കോൺഗ്രസ് ഇത്രയും ഭരിച്ചിട്ട് ഇന്ത്യയിൽ എങ്ങനെ അല്ല കോൺഗ്രസ് സ്വാതന്ത്ര്യ സമയം മുതൽ നമ്മളിപ്പത്തെ ഒരു ടൈം വരെ കോൺഗ്രസ് കൊണ്ടുവന്ന ചേഞ്ച് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിൽ എന്താണ് ഡെവലപ്മെന്റ് തോന്നിയത്? കോൺഗ്രസ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടെന്ന് വെച്ചാൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇത്ര കാലം അതിന് വേണ്ടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ BJP പല കാര്യങ്ങളും ഈ പറയുന്ന 10 വർഷം കൊണ്ട് ചെയ്യുന്നത് കാണുമ്പോൾ, 10-15 വർഷം കൊണ്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഇവർ 70 വർഷത്തോളം ഭരിച്ചിട്ട് എന്തിനാണ് അത്രയും സമയമെടുത്തതെന്നാണ് ഞാനൊക്കെ ചിന്തിച്ചു പോകുന്നത്. 70 വർഷം കൊണ്ട് എന്തെല്ലാം ചെയ്യാമായിരുന്നു, അത് നമുക്ക് കാണാൻ കിട്ടുന്നില്ല. പലതും ചെയ്തിട്ടുണ്ട്, പലതും ചെയ്ത് നമുക്ക് പറയാനൊക്കെ ഉണ്ട്. പക്ഷേ IIT ഉണ്ടായി, IIM ഉണ്ടായി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇത്രമാത്രം 70 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ചേഞ്ച് എന്താണ്? ഏറ്റവും മിനിമം ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു, മിസോറാമിലേക്ക് ട്രെയിൻ വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് ട്രെയിൻ വന്നു എന്നാണ്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്? ഒരു നാഷണൽ ഹൈവേ പ്രൊജക്റ്റ് ഇതുപോലെ ഇന്ത്യയിൽ തെക്ക് വടക്കും പടിഞ്ഞാറൊക്കെ കൂടി കണക്ട് ചെയ്തിട്ട് വരാൻ 70 വർഷത്തിന് ആവശ്യമുണ്ടോ? അതൊക്കെ എന്നോ പണിയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? നമ്മളെക്കാൾ സാമ്പത്തികമായിട്ട് താഴെയുള്ള രാജ്യങ്ങൾ വരെ അത് ചെയ്യുന്നു. അതെ, നമ്മളിപ്പോ വയനാട്ടിൽ നോക്കിയാൽ തന്നെ രാഹുൽ ഗാന്ധി MB ആയിട്ട് എത്ര കാലം ചെയ്തു? അതെ, എന്താ ചെയ്തിട്ടുള്ളത്? ഇന്ത്യ മൊത്തം കറങ്ങി നടക്കില്ല ചെയ്ത്. പുള്ളി ഇന്ത്യ കറങ്ങുന്നത് ഇന്ത്യയിലെങ്കിലും ആയാൽ നന്നായിരുന്നു. പുള്ളി അത് മലേഷ്യയിലും അവിടെ തായ്ലൻഡിലുമാണെന്നാണ് പറയുന്നത്. കറക്കം മിനിമം ഇന്ത്യയിലെങ്കിലും ആക്കണം, അതാണ് നമ്മൾ പറയുന്നത്. അതുപോലും ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം ചോദിക്കണത്, ഈ
വിജയ് പൊളിറ്റിക്സ് ഇറങ്ങുന്ന ഗ്രൂപ്പിന് എങ്ങനെ വിജയ് പൊളിറ്റിക്സ് ഇറങ്ങുന്നുണ്ടല്ലോ. വിജയ് ആ എന്താ ഒപ്പീനിയൻ നിങ്ങളുടെ? തമിഴ്നാട് പൊളിറ്റിക്സിനെ കുറിച്ച് എനിക്ക് പൊതുവേ നല്ലൊരു അഭിപ്രായമില്ല. അത് അവിടെ നടക്കുന്നത് സത്യത്തിൽ ഒരു കൾട്ട് പൊളിറ്റിക്സ് ആണ്. വ്യക്തി ആരാധനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആശയങ്ങളോ പോളിസികളോ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്സ് നമ്മളവിടെ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. വിജയ് ഒരു ഹെയ്റ്റ് സ്പീച്ച് നടത്തിയല്ലോ മോദി, പലതും നടത്തുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ പറ്റിക്കുന്ന രീതിയിലൊരു സ്പീച്ച് കണ്ടില്ല. അതെ, ഞാൻ അതൊക്കെ പൊളിറ്റിക്സിൽ ഇപ്പോൾ നമുക്കും ഇപ്പോൾ മുസ്ലിങ്ങളെ വോട്ട് കിട്ടാൻ നമുക്ക് കുറച്ച് മോദീനെ തെറി പറഞ്ഞാൽ ഇവിടെ കിട്ടും. ജിഹാദികളുടെ വോട്ട് കിട്ടാൻ, ജിഹാദികളുടെ വോട്ട് കിട്ടാൻ. ഇവിടെ ഇപ്പോൾ നമുക്ക് വന്നിട്ട് മറ്റേ ഇപ്പോൾ ഞാൻ വന്ന് വളരെ മികച്ച ഒരു ഹിന്ദു ഭക്തനായിട്ട് അവതരിച്ച് പൂജയൊക്കെ നടത്തി നമ്മൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറേ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടും എന്നാണ് ഇവിടെയുള്ള നോം. സത്യത്തിൽ നമ്മളുടെ ഇവിടുത്തെ പോപ്പുലേഷനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കും. നിങ്ങളെപ്പോലെയുള്ള ഒരു മുസ്ലിം ഈ ജാതി കൺകെട്ട് കാഴ്ചകൾ കണ്ടാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ വോട്ട് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള പൗരന്മാരും ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെയുള്ള പൊളിറ്റിക്സിലുള്ള ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ലേ? അതിനെയാണ് നമ്മളിവിടെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതായത് അത്തരം പൗരന്മാരെ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആലോചിക്കുന്നതാണ്. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഭാവി പ്രധാനമന്ത്രിയോടാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മൻ കി ബാത്ത് 2035 35 വേണ്ട, അത് കുറച്ച് വെള്ളിയായി. ഇപ്പം 2045 മൻ കി ബാത്തിലാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ ഉണ്ടാവും? നമുക്ക് അങ്ങനെ ഒരു പരിപാടി തുടങ്ങണമെന്ന് വിചാരിക്കാം. ഓക്കെ, മൻ കി ബാത്ത് കൊള്ളാം. ലിയക്കത്ത് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് എന്താണ്, പുള്ളി പറയുന്നത് എന്താണ്, ഇസ്ലാം മാത്രമാണ് പ്രശ്നം, സംഘപരിവാർ തേനും ചക്കരയാണ്, അങ്ങനെയാണ് ആരിഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ നെതന്യാഹു നല്ല ലീഡറാണ് പറയുന്നത്, എനിക്ക് യോജിപ്പില്ല എന്നൊക്കെ പറയുന്നത്. എന്താ വെച്ചാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്, നെതന്യാഹു അടിപൊളി ലീഡറാണ് പറയുന്നത്, അതിനൊന്നും യോജിപ്പില്ല. സംഘപരിവാർ ചക്കരയാണ്, ഇസ്ലാം മാത്രം പ്രശ്നം എന്ന രീതിയിലാണ്. സംഘപരിവാർ ചക്കരയാണെന്ന് ഞാൻ എവിടെ പറഞ്ഞു? അല്ല, അങ്ങനെ പറയണത് അങ്ങനെ എന്ത് കഥ വേണേലും പറയാലോ, അതിപ്പോ നമ്മുടെ വിഷയമല്ലല്ലോ. നെതന്യാഹു ഒരു മികച്ച നേതൃത്വം അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിണറായി വിജയന്റെ കാര്യം കോവിഡിന്റെ കാലത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഈ യുദ്ധകാലഘട്ടത്തിൽ നെതന്യാഹു അവിടെ എടുക്കുന്നത് വളരെ മികച്ച നേതൃത്വം തന്നെയാണ്. അവിടെയുള്ള വലതുപക്ഷം മാത്രമല്ല, ഇടതിലെ പല ആളുകൾ, കാരണം ഞാൻ അവിടെ പോയി വിസിറ്റ് ചെയ്ത ആളാണ്. നമ്മൾ അവിടെയുള്ള പല ആളുകൾ, അതായത് ഹോസ്റ്റേജ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ക്വയർ തന്നെ ഉണ്ട്. ആ സ്ക്വയറിൽ പോയി കഴിഞ്ഞാൽ അന്ന് നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഹോസ്റ്റേജ് ഡീലൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് ആളുകളൊക്കെ വിട്ടു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഏതാണ്ട് 100-100ഓളം ആളുകൾ ഹോസ്റ്റേജ് വീണ്ടും അവിടെ വിട്ട് കിട്ടാൻ ബാക്കിയുള്ള സമയത്താണ് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പോൾ അന്ന് ആ ഹോസ്റ്റേജ് സ്ക്വയറിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെയുള്ള ഇടതുപക്ഷക്കാരും അതുപോലെ തന്നെ നമ്മൾ ടീമിൽ നമ്മൾ സംസാരിക്കുന്നതിൽ പോലും ഇടതുപക്ഷക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ തരുന്നൊരു ഫീലുണ്ട്. അതായത് ഈ യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ അവിടെ ഒരു വാർ ക്യാബിനറ്റ് ഉണ്ടാകുന്നു, അതിനകത്ത് സമവായം കണ്ടെത്തുന്നു, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആ ഒരു കോർഡിനേഷൻ, ആ ഒരു ടീം പ്ലേയിങ് ഒരു കപ്പാസിറ്റി, അത് വളരെ മികച്ച രീതിയിൽ കാണിച്ചു തന്നെയാണ് നെതന്യാഹു അവിടെ ചെയ്യുന്നത്. പിന്നല്ലാതെ ഞാൻ അവിടെ ഒരാളോട് ആ ഇൻ്റർവ്യൂ ഇതിൽ തന്നെ കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഗാസയിൽ നിന്നും അവിടെയുള്ള ആളുകളെ, അവിടെ ചികിത്സ ആവശ്യമുള്ള ആളുകൾ, കീമോതെറാപ്പിയും അതുപോലുള്ള കാര്യങ്ങളും വേണ്ട ആളുകൾ എല്ലാ ദിവസവും ഗാസ ബോർഡറിൽ നിന്ന് ഈ പറയുന്ന ബെർഷേവ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. സെദ്രോത്ത് എന്നൊക്കെ പറയുന്ന സ്ഥലം 10-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ വന്നു പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ ഗാസ ബോർഡറിൽ നിന്ന്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇവർ എല്ലാ ദിവസവും പോയി വണ്ടിയിൽ ഈ പറയുന്ന രോഗികളെ കൊണ്ടുവന്ന് ഇസ്രായേലിലെ ഹോസ്പിറ്റലിൽ കീമോതെറാപ്പി നടത്തി, ഡയാലിസിസ് നടത്തി, വൈകിട്ടാകുമ്പോൾ തിരിച്ചു കൊണ്ടുവിടുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റി നടത്തുന്ന ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ഇസ്രായേലിലുണ്ട്, ജൂതന്മാർ. അങ്ങനെയുള്ള ആളുടെ വീട്ടിൽ അവർ താമസിച്ചിരുന്ന ഈ കിബുട്സിൽ പോയിട്ടാണ് അവർ താമസിച്ചിരുന്നത്. നിറോസ് അല്ല, ഞാൻ പോയത് നിറോസിലാണ്, ഇവർ പോയത് ബേരി എന്ന് പറയുന്നൊരു കിബുട്സിൽ, എന്നാണ് എൻ്റെ ഓർമ്മ പേര്. അവിടെ ചെന്ന് അവിടെയാണ് ഈ പറയുന്ന ഹമാസിൻ്റെ ഈ തീവ്രവാദികൾ വന്ന്, ഹമാസിൻ്റെ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ കുറഞ്ഞു പോകും, കാരണം അന്ന് ഗാസക്കാർ പൊതുജനങ്ങളടക്കമാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറി വന്ന്. അപ്പൊ അങ്ങനെ അവർ കയറി വന്ന് ഈ പറയുന്ന ആളുടെയും വീട്ടിൽ നിന്നും അവരുടെ മകളെയാണോ തട്ടിക്കൊണ്ടുപോയി. ഇയാൾ അന്ന് അവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടു. അയാളുടെ തൊട്ടപ്പുറത്തുള്ള ആളുകൾ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ ഇയാളുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇയാൾ അവിടെ നിൽക്കുകയാണ്. ഈ പറയുന്ന ഹോസ്റ്റേജ് സ്ക്വയറിൽ ഓരോ ഫാമിലിയുടെ ആളുകൾ അവിടെ ഉണ്ട്. അവരോട് നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത്, ഞാൻ അയാളോട് ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾ ഈ പറയുന്ന വലിയ ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റി ചെയ്യുന്നു, നിങ്ങളൊരു ഇടതുപക്ഷക്കാരനായിരുന്നു, എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ വലതുപക്ഷമാണോ, നിങ്ങൾക്ക് ഈ ഗാസക്കാരോട് നിങ്ങൾക്ക് ദേഷ്യമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണ്.
എല്ലാ ഗാസക്കാരോടും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗാസക്കാരോഫോബിയ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞ ഉത്തരം ഇത്രയേ ഉള്ളൂ, എനിക്ക് വിഷമമില്ല, എനിക്ക് എൻ്റെ ആളുകൾ നഷ്ടപ്പെട്ടതിലോ എനിക്ക് മുറിവ് പറ്റിയതിലോ ഒന്നുമല്ല എൻ്റെ വേദന. എൻ്റെ വേദന ദേ ബിട്രേഡ് അസ് എന്നാണ് പറഞ്ഞത്, ഞങ്ങളവർ വഞ്ചിച്ചു. കാരണം അവർക്ക് കൊടുത്ത കരുതലും സ്നേഹവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിന് പുല്ലുവിലയാണ് ഈ ആളുകൾ ചെയ്തത്, കൊടുത്തത്, തിരിച്ചു കൊടുത്തത്. ഇതാണ് അവരെ വേദനിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളൊന്നുമല്ല അവരുടെ വേദന, വഞ്ചന. ഇത് തന്നെയല്ലേ കാശ്മീരി പണ്ഡിറ്റുകളുടെ കഥ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കുക. കാശ്മീരി പണ്ഡിറ്റുകൾ താമസിച്ചിരുന്ന വീടിനടുത്തുള്ള ആളുകൾ, അവരുടെ വീട്ടിൽ വന്നിരുന്ന ആളുകൾ, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ എന്താണ് വല്ലാത്ത കഥ, നമ്മളെ ബാബു രാമചന്ദ്രൻ, അയാളുടെ ആ വീഡിയോ ഉണ്ട്, കേൾക്കൂ. അതിനകത്ത് അയാൾ പറയുന്ന കഥകൾ അതെങ്കിലും നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുക. ചരിത്രം പഠിക്കാനൊക്കെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് വളരെ നല്ല രീതിയിൽ ആളത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ചില സംഭാഷണങ്ങളുണ്ട്. പാല് വാങ്ങാൻ വരുന്ന ആൾ പറയുന്നൊരു ഭാഗം, അതായത് വീട് റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഭയ്യ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കല്യാണം വരുന്നു അത് വരുന്നു ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു കാരണം പറയും. വീട് റെനോവേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഈ പാൽക്കാരൻ, മുസ്ലിമായ പാൽക്കാരൻ ചോദിക്കും, എന്തിനാ ഇതൊക്കെ റെനോവേറ്റ്, ഇതൊക്കെ ഞങ്ങൾക്ക് വന്ന് ചേരാനുള്ളതല്ലേ എന്നാണ് ചോദിക്കുന്നത്. യെസ്. അപ്പോൾ എന്നിട്ട് ഈ പറയുന്ന അക്രമം നടത്തുന്ന സമയത്ത് ഈ പറയുന്ന മുസ്ലിം അല്ലേ ഇവരുടെ പാൽക്കാരനായ മുസ്ലിം, ഇവരുടെ പച്ചക്കറിക്കടക്കാരനായ മുസ്ലിം, അയൽക്കാരനായ മുസ്ലിം അല്ലേ ഈ പണ്ഡിറ്റുകളുടെ വീട് ആക്രമിച്ച് കൈക്കലാക്കി അവരെ കൊന്നുതള്ളി അവരെ നാട് കടത്തിയത്? അതൊന്നും ഇവിടെ ആർക്കില്ല, ഇവിടെ ഗുജറാത്ത് മാത്രമേ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചിരിച്ചു തള്ളുന്ന എക്സ് മുസ്ലിങ്ങളല്ലേ ഇവിടെ ഉള്ളത്? തീർച്ചയായിട്ടും. നമ്മളിപ്പോ അവര് ഒരാൾ ഗുജറാത്ത് പറയും, തിരിച്ചു മലബാർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ അറിയാത്ത കാലത്ത് ചിലപ്പോൾ നമ്മൾ പലതും പറയും. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇതിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതാണ് നമുക്കിവിടെ സംഭവിക്കുന്ന ഈ മാറ്റം എന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ ഗുജറാത്ത് നടന്ന ജനോസൈഡ് ആണെങ്കിൽ മലബാർ ജനോസൈഡ് നമുക്ക് പറയാൻ സാധിക്കും. മലബാർ കലാപം ജനോസൈഡ് അല്ലേ? തീർച്ചയായിട്ടും. അത് ഇവര് സമ്മതിക്കും. ഇല്ല, നമ്മളെ മറ്റേ ഡയറക്ടർ ഉണ്ടല്ലോ, അലി അക്ബർ ഡയറക്ടർ പടം ഉണ്ടല്ലോ, രാമസിംഹം. അതെ, അതിലിപ്പോ കാണിക്കുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. അതെ, ഈ ഖിലാഫത്ത് മൂവ്മെന്റ് അതിന്റെ ഒരു ഇത്. നിങ്ങൾ മലപ്പുറത്താണോ? പാലക്കാടാണ്. ഓക്കെ. ഏതായാലും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷം. പിന്നെ ഏതായാലും എൻ്റെ വലിയൊരു ചീത്തപ്പേരാണ് നിങ്ങൾ മാറ്റി തന്നത്. എൻ്റെ ചാനൽ വിശ്വാസികളാരും കാണാറില്ല എന്നാണ് പറഞ്ഞത്. കാണുക മാത്രമല്ല, കണ്ടിട്ട് ഇതേപോലെ മാനസാന്തരം സംഭവിക്കുക മാത്രമല്ല സംഖ്യവരെയായ ഒരു വിശ്വാസിയാണ് ഞാനിപ്പോൾ കണ്ടത്. അതെ, വളരെ സന്തോഷം. എന്തായാലും വെൽക്കം ടു ദ ക്ലബ്. ഓക്കെ, ഏതായാലും ഇത് കഴിയുമ്പോൾ നമ്മളെ ബാക്ക് ഓഫീസിലേക്ക് വരാം, സംഖ്യ ഫണ്ട് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. ജൂത ഫണ്ട് ഇപ്പം ഇല്ലെന്നേ, അവരവിടെ മറ്റേ ഈ എന്താണ് ജനോസൈഡ് നടത്താൻ വേണ്ടിയിട്ട് ഉണ്ട തികയാത്തോണ്ട് അവര് ഉണ്ട വാങ്ങിക്കാൻ വേണ്ടി മാറ്റി. യമനിലേക്ക് അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണല്ലോ പടക്കം പൊട്ടിക്കല്. ടുണീഷ്യയിലേക്ക് ഒരു ബോംബ് കിട്ടുമോ ബോട്ടില്? നമ്മളുടെ ഗ്രേറ്റ തുൻബർഗിന്റെ അതൊക്കെ ഉടായ്പ്, അതൊക്കെ വീഡിയോ പൊളിഞ്ഞതാണല്ലോ. പുള്ളിക്കാരി ഭയങ്കര കോമഡിയാണ്. പുള്ളിക്കാരി ഗസയിലായതുകൊണ്ട് ജീവനോ IDF ജീവനോടെ തിരിച്ചു. യമനിലാണെങ്കിൽ ഹൂത്തികളെ പരലോകത്ത് എത്തിച്ചിട്ടുണ്ട്. അതെ, ടുണീഷ്യ വരെ അതിനെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. ഇങ്ങനെ ഒരു ഡ്രോൺ അവിടെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ജുലാനി കച്ചവട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതെ, അറബ് രാഷ്ട്രങ്ങൾ മൊത്തം. യെസ്. നിങ്ങൾ ഈ ഡ്രൂസ് വംശജർ നേരിടുന്ന പ്രശ്നം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങളോട് നിങ്ങളുടെ വീഡിയോസിലൊക്കെ കണ്ടിരുന്നു, പിന്നെ പല വീഡിയോസും കണ്ടിരുന്നു. നമ്മളിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഡ്രൂസ് വിഷയത്തെക്കുറിച്ച് വേറെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിയുമായിരുന്നു? നമ്മളിങ്ങനെ കണ്ടതേ അറിയില്ല. അപ്പോ എന്നോട് നിങ്ങൾക്കൊരു നന്ദി പറയാലോ. തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ കണ്ട ശേഷം നമ്മുടെ ആൾക്കാർ കോയമാർ കുറച്ച് കുസൃതികളൊക്കെ കണ്ടാൻ പറ്റിയത്. നന്ദി ആരിഫ് ജി എന്ന് പറയൂ. ശരി, വളരെ സന്തോഷമായി. ഓക്കെ, നമ്മൾ TV-യിൽ ഈ ചാനലിൽ നമ്മളൊരു ഡ്രൂസ് ഒരു ലീഡർ മീൻസ് അവിടുത്തെ ഒരു ആക്ടിവിസ്റ്റിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ പരിപാടി കേൾക്കാൻ തയ്യാറാവുക. മറ്റേ പുള്ളിക്കാരി കൊണ്ടുവരുന്നത് ആരാ? മറ്റേ മൊസാബ് ഹസൻ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഒരു സെക്യൂരിറ്റി ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സെലക്റ്റീവാണ്. എന്തായാലും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നേരിട്ട് കേരളത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ മൊസാബ് ഹസൻ അല്ലെങ്കിൽ യൂസുഫ് ഹദ്ദാദ്, അത് ഇതിൽ രണ്ടിലൊരാളാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, യൂസുഫ് ഹദ്ദാദിനെ അറിയോ? അറിയില്ല. യൂസുഫ് ഹദ്ദാദ് ഈസ് എൻ അറബ് ഇസ്രായേലി മുസ്ലിം.
ഇസ്രായേലി മുസ്ലിം. ഇസ്രായേലി മുസ്ലിം അറബ് എ പ്രീവിയസ് IDF സോൾജർ. ഓക്കെ, നൗ എ സയനിസ്റ്റ്. നമ്മുടെ മൊസബാസിന്റെ ഒരു സിനിമ ഇറങ്ങുന്നത് ഗ്രീൻ പ്രിൻസ്. ഗ്രീൻ പ്രിൻസ്, യാ. പുസ്തകമുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് പുസ്തകം, ഇവിടെ കാണാം. ഞാനും മേടിക്കണം വണ്ടിക്കാണ്. ഞാൻ വാർത്ത നിങ്ങൾക്ക് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പക്ഷേ നമ്മളെല്ലാരും കേൾക്കാൻ തയ്യാറാവണം പറയുന്നുണ്ടല്ലോ. അത് നമ്മളെ ചോദിക്കുമെന്ന് തോന്നരുത്, യഹിയ സിൻവർ കേൾക്കാൻ തയ്യാറാണ്? നിങ്ങൾ തയ്യാറാണ്? തീർച്ചയായിട്ടും. ഒസാമ ബിൻ ലാദനെ ഞാൻ കേൾക്കും, ഹിറ്റ്ലറെ ഞാൻ കേൾക്കും, എന്താ സംശയം? നമ്മളിവിടെ പറയുന്നു മഅ്ദനിയെ നമ്മൾ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കെന്താ പ്രശ്നം? അല്ല, ഞാൻ പറയാണ്, നമ്മൾ പറയുന്നത് ഇവരോട് നമ്മൾ സംസാരിക്കണം എന്നാണ്. ഇവരോട് നമ്മൾ സംസാരിക്കണം. കാരണം ഈ വ്യക്തികളെല്ലാം തന്നെ ഇവരുടെ തലയിലിരിക്കുന്ന ആശയം ഊരി മാറ്റിയാൽ ഇവർ നല്ല മനുഷ്യന്മാരല്ലേ? അതല്ലേ നമ്മൾ വിശ്വസിക്കണ്ടേ? അപ്പൊ ഒരു മുസ്ലിം, ഒരു തീവ്രവാദി മുസ്ലിമിനെ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, ഒരു നിങ്ങൾ പറയുന്ന വളരെ തീവ്രമായ ഒരു ഹിന്ദു ഭീകരവാദിയെ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാക്കി കൂടെ? അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. ഇവരോട് സംസാരിക്കാതെ എങ്ങനെയാണ് അത് സാധിക്കുക? ഒന്നത്. രണ്ട്, ദൈവികമാണ്, ഒരിക്കലും മാറ്റത്തിരുത്തലുകൾക്ക് വഴിപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കിതാബ് കൊണ്ട് നടക്കുന്ന ഒരാളെയാണോ, അതോ മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയ സംഗതികളാണ്, അതൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറ്റാം എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളെയാണോ നിങ്ങൾക്ക് തിരുത്താൻ എളുപ്പം? ഇതില് സംഘപരിവാർ ആശയങ്ങളാണോ അതോ ഇസ്ലാമാണോ ഈ പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കിയത്? സംഘപരിവാർ ഉണ്ടാക്കിയത് ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതിൽ ഏതാണ് തിരുത്താൻ എളുപ്പം? സംഘപരിവാറാണ്. പക്ഷെ അവരുടെ ഇത് നമുക്ക് പറയാൻ പറ്റണ്ടേ? വയലൻസ് കുറച്ച് അവരുടെ ഈ മുസ്ലിം ഒരു മുമ്പ് നടന്ന കുറെ സംഘപരിവാർ എന്ന്. ഓക്കെ, വയലൻസ് നമ്മൾ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വയലൻസ് അവർ ഇപ്പൊ ഗുജറാത്ത് വയലൻസ് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് നടന്ന കുറെ കാര്യങ്ങൾ 2015 നടന്ന. ശരി, ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന ഓരോ വയലൻസും ഇവര് ഈ വയലൻസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിന്റെ റിയാക്ഷൻ ആയിട്ടാണ് അവർ ചെയ്യുന്നത്? ഇവരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വയലൻസുകൾ ഉണ്ടോ? ഒന്ന്. രണ്ട്, വയലൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള അവസരങ്ങൾ ഇവർ വയലൻസ് ഉണ്ടാക്കാതിരുന്നിട്ടുണ്ടോ? പറയുന്നത് ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റിനെതിരെയാണ് ചെയ്യുന്നത് പറയുന്നത്. എങ്ങനെ ഇവിടെ സംഘപരിവാർ ഉണ്ടായത്? നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന റൈറ്റ് വിങ് എപ്പോഴാണ്, എങ്ങനെയാണ് ഉണ്ടായത്? എന്തിനാണ്, എന്തായിരുന്നു അതിനുള്ള കാരണം? ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ചാറ്റ് അടിച്ചു നോക്കിയപ്പോ ചാറ്റ് കാണിച്ചത് നിർബന്ധ മതപ്രവർത്തനം, അതുപോലെ മുസ്ലിം ലീഗിന്റെ വളർച്ച കാണിച്ചു. ഇതിനല്ലേ ലോകത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ലണ്ടനിൽ ഈ പറയുന്ന നമ്മുടെ ഈ വൈക്കിങ്സ്. അതെ, ഇന്നിപ്പോ നമ്മൾ പറയുമ്പോൾ ലണ്ടനിൽ ഈ പറയുന്ന ഇമിഗ്രേഷനും ഈ പറയുന്ന മുസ്ലിം ഒരു ഇൻവേഷനും, ഇത് രണ്ടുമാണ് അവർ പറയുന്ന കാരണം. ഓക്കെ, നമ്മളിവിടെ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ പറഞ്ഞിരുന്ന 3 കാരണങ്ങളാണ്. ഒന്ന്, ഇവിടുത്തെ ഈ പറയുന്ന മുസ്ലിം. 2, ക്രിസ്ത്യൻ, എന്നുവെച്ചാൽ ഈ ബ്രിട്ടീഷ് ഇൻവേഷൻ, അവർ നടത്തുന്ന ഒരു സാംസ്കാരികമായ അധിനിവേശം, മതപരിവർത്തനം, ഇത്യാദി സാധനങ്ങളൊക്കെയാണ് രണ്ടാമത്. മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ടാണ് ഇവരെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് എഴുതി വെക്കുന്നത്. ഇപ്പോഴും മാറി സംഘപരിവാർ. കാലങ്ങൾ മാറിയപ്പോ, സാഹചര്യങ്ങൾ മാറുമ്പോ അവര് തന്നെ തള്ളി പറയല്ലേ ഈ സാധനം. അപ്പോ എങ്ങനെയാ അത് സാധിക്കുന്നത്? തള്ളി പറഞ്ഞതിന് നമ്മളപ്പോ ഉൾക്കൊള്ളണോ വേണ്ടേ, അതോ തക്കിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ? തള്ളിപ്പറയാണ്. നമ്മള് സംഘി സംസാരിക്കും വരുന്ന പോലെ തള്ളിക്കളയുക. നമുക്ക് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്, കമ്മ്യൂണിസ്റ്റ് ബന്ധമുണ്ട്, ഈവൻ SDPക്കാരായിട്ട് ബന്ധമുണ്ട്. SDPക്കാരടുത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്താ അവർ പറയാറ്? അവരുടെ സംസാരിക്കും, അതിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അവരുടെ ഈ പറയുന്ന മറ്റേ നേതാവുണ്ടല്ലോ, ഈ റീസെന്റ് അറസ്റ്റ് ആയിട്ടുണ്ടല്ലോ, ഫൈസി, അയാളുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? എന്താണ്, ഏതൊരാൾ മരിച്ചു വീണ അയാളെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ നിങ്ങൾ എന്തോ സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ ടീമല്ലേ? ടീമേ മറ്റേ മുപ്പര് വലിയ വീരവാദം എന്താണ് നരേന്ദ്രമോദി ചോദിച്ചു, എന്താ SDPന്റെ അന്വേഷണം എന്താണ്? അങ്ങനെ മുപ്പര് വലിയ വീരവാദം അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണോ? ഇപ്പോൾ അരിയും മലരും കുന്തിരിക്കൊക്കെ തയ്യാറാക്കി വെച്ചാൽ നമ്മളിപ്പോൾ ശരിയാക്കും എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഉണ്ടോ? ഈ മലബാർ കലാപം 1921 നടക്കുന്നത്, ആ സാധനവും ഈ പറയുന്ന സംഘപരിവാർ രൂപീകരണം അല്ലെങ്കിൽ അന്നത്തെ ഹിന്ദു മഹാസഭ ഇതുപോലുള്ള സാധനങ്ങളുടെ രൂപീകരണത്തിന് വഴിവെച്ചൊരു പ്രധാന സംഭവമാണ് എന്നിവിടെ ഇവർ സമ്മതിക്കൂ?
ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണം. ആ, ആരോ വന്നു. കൊള്ളാം. ആ, ഹലോ. അത് സമ്മതിക്കോ ഇവിടെയുള്ള ആളുകൾ പറയാൻ? ഇല്ല. അപ്പോൾ അതൊരു കാരണമല്ലായിരുന്നോ? അപ്പോൾ അത് പറയണ്ടേ? അന്ന് നടന്ന ഹിന്ദു കൂട്ടക്കൊലകൾ അതൊരു വലിയ ട്രിഗർ ആയിരുന്നില്ലേ? പിന്നെ അപ്പോൾ അത് പറയാതെ എങ്ങനെ ശരിയാവും? ഈ പറയുന്ന കശ്മീരി പണ്ഡിറ്റുകൾ നേരിട്ട വിഷയം പറയാതിരിക്കാൻ പറ്റുമോ? ഡയറക്റ്റ് ആക്ഷൻ നമ്മളെ ബംഗാളിൽ, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? ഹിന്ദുക്കളെ 10,000 ഹിന്ദുക്കളെയാണ് അന്ന് കൊന്നു തള്ളിയത്. നമ്മുടെ അത് ഉള്ളതാണോ അറിയില്ല, നമ്മുടെ പ്രിയപ്പെട്ട ബനു ഖുറൈല കൂട്ടക്കൊല. ആ, അത് ഉള്ളതാണോ ശരിക്കും? അത് ശരി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? എനിക്കിത് ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോ 9/5 ഉണ്ടല്ലോ ഈ പറയുന്ന, സോറി, ഈ മതം വിട്ടനെ കൊല്ലാന്നുള്ളത്. അപ്പൊ അതില് ഒരുത്തൻ ഇതുപോലെ നിങ്ങളൊരു പോസ്റ്റ് ഇടാം, അതിന്റെ ഇടയിൽ ഒരുത്തനൊന്നും കണ്ടിടാ, ഇത് വന്നിട്ട് യുദ്ധസന്ദർഭമാണ്, അതുകൊണ്ട് ഇസ്ലാം സമാധാനത്തിന് മതമാണെന്ന് പറയും. എനിക്ക് കമന്റ് വെച്ചു. അപ്പൊ അങ്ങനെ മതം വിട്ടവൻ എന്തിനാ യുദ്ധത്തിൽ കൊല്ലണം? പിന്നെ അപ്പോണെങ്കിൽ കൊല്ലാലോ. അതെ, മതം വിട്ടവനെ കൊല്ലുന്നതിന്റെ ആ എങ്ങനെയാണ് അതിന്റെ രീതി, അതിന്റെ നിയമം എങ്ങനെയാണ്, ജൂറിസ്പ്രൂഡൻസ് എങ്ങനെയാണ്? അതിന്റെ അവനെ തലവെട്ട് അല്ല, മതം വിട്ടവന് ആദ്യം തൗബ ചെയ്യാൻ അവസരം കൊടുക്കണം. അപ്പൊ യുദ്ധത്തിന്റെ ഇടയ്ക്ക് തൗബ ചെയ്യുന്ന എങ്ങനെയാണ്? ഇല്ല. യുദ്ധത്തിന്റെ ഇടയിൽ നെഞ്ച് അവിടെ ഇരിക്കും, വാള് ഓങ്ങി ഇങ്ങനെ നിൽക്കും, മറ്റേ സ്റ്റാച്ചു ഓങ്ങി ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണോ? അല്ലല്ലോ, അവന് തൗബ ചെയ്യാൻ അവസരം കൊടുക്കും. എന്നിട്ടും അവൻ തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അവനെ ഒരു ഭരണാധികാരി തലവെട്ടണം. ഇങ്ങനെയല്ലേ പഠിപ്പിക്കണം? സൗദിയില് നടക്കുന്നുണ്ട്. സൗദിയില് ഇതെല്ലാം ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ബനു ഖുറൈല, ഞാനത് ബനു ഖുറൈല ജനോസൈഡ്, അത് ബനു ഖുറൈല മാത്രമല്ല, നമ്മളെ മൊയ്സു വൈറ്റ്ല അതിനെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് ആള് പറയുന്നുണ്ട്. വളരെ മാന്യമായി അള്ളാഹുവിനെ നബീനെ നോക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കേൾക്കുക പറ്റുമെങ്കിൽ. ഇനി ഇത് ഞാനൊക്കെ ഇതിൽ കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു ഹദീസാണ്. അതായത് ഒരു ആള് വന്ന് ടെസ്റ്റിഫൈ ചെയ്യാണ്, ബനു ഖുറൈല കൂട്ടക്കൊലയിൽ പിടിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഉടുകൊണ്ട് പൊക്കി നോക്കി, അതിൽ രോമ വളർച്ച വന്ന ആളുകളുടെയൊക്കെ തല വെട്ടി. എനിക്ക് രോമം മുളച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിത് ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇതാണ് ആ ഹദീസ്. ഇത് ഒരു പ്രവാചകൻ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. ബനു ഖുറൈല കൂട്ടക്കൊലയിൽ സംഭവിച്ച ഒരു കാര്യം ടെസ്റ്റിഫൈ ചെയ്യാൻ. അത് തന്നെ വേണ്ടല്ലോ നമുക്ക്. ഈ 6 വയസ്സിൽ കിട്ടിയ അല്ല, അപ്പൊ ഈ പറയുന്ന സാധനം ഇത് ചെയ്തൊരു പ്രവാചകനെ നിങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയാണെന്ന് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഒരു കൂട്ടക്കൊല എന്ത് കാരണം കൊണ്ട്? കുട്ടികളെയൊക്കെ ഇതേപോലെ ഒരു രോമ വളർച്ച വന്നു എന്നതിന്റെ പേരിൽ ഒരു കുട്ടിയെ തലവെട്ടിക്കൊല്ല. അതൊക്കെ അത്ര പൂശി എടുത്തല്ലോ. ഓ, അതിനൊക്കെ അത്ര പൂശി എടുത്തല്ലോ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളായാലും ഖുർആനിൽ അത്ര പൂശി എടുത്തു. അതെ അതെ. എന്തായാലും നമ്മൾ അങ്ങനെയല്ല പറയാറ്, പുട്ടി അടിച്ചു എന്നാണ് പറയാ. ശരി, അപ്പൊ എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഓക്കെ, അപ്പം താങ്ക് യു. ഇതെന്താ ലൈവാണ്, അവിടെ ഉണ്ടാവും. കട്ട് ചെയ്ത് എന്തായാലും വീണ്ടും വരും, നിങ്ങൾ ലോകം അറിയും. ഓ, സംഖിക്കോയ, സംഖ്യയായ കോയ. സ്ഥലം കട്ട് ചെയ്യണം. യെസ് എഡിറ്റർ, സ്ഥലം കട്ട് ചെയ്യണം. ഓക്കെ, യെസ്. നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? ഇസ്ലാം വളരെ സമാധാനം. നിങ്ങളുടെ തല ആരെങ്കിലും വെട്ടാൻ വരികയാണെങ്കിൽ തന്നെ അത് സംഖ്യയിലേ വെട്ടാൻ വരൂ. മുസ്ലിങ്ങൾ എന്തിനാ വെട്ടണേ? വീഡിയോ കണ്ട ശേഷം എനിക്ക് നിങ്ങളുടെ വീഡിയോ കണ്ട ശേഷം ഈ പറഞ്ഞ ജബ്ബാർ മാഷിന്റെ ഈ മറ്റേ NDF-ന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട ശേഷം എനിക്കുള്ളിലൊരു പേടി ഇപ്പൊ. ഓക്കെ, ആരോടും പറയില്ല. ഞാനൊരു കാര്യം പറയാം, എനിക്കും ഭയങ്കര പേടിയാണ്. നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതങ്ങനെ തന്നെ ഉള്ളൂ. അതെ. ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ? പറഞ്ഞേ ഉള്ളൂ. നിങ്ങള് കാഫിറായിട്ടോ? കയ്യിന്ന് പോയി. അല്ല, ഓൾറെഡി കാഫിറാണ് ഞാൻ. സംശയം വന്നാൽ തന്നെ പോയി. കാഫിറാണ് ഞാൻ, ഓൾറെഡി കാഫിറാണ്. കാരണം വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു വിശ്വാസിയാണ്. നോമ്പെടുക്കും, 25 നിസ്കരിക്കും, അല്ലാത്ത പക്ഷം ഈ പറയുന്ന പണിക്കടിക്കും. ഓക്കെ.
അപ്പൊ അങ്ങനെ കാഫിറ പോവും. എങ്ങനെ? അല്ല അങ്ങനെ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോവുക, പെരുന്നാളിനെ നിസ്കരിക്കുക. നിങ്ങൾക്ക് ഈ സാധനത്തിൽ സംശയം വന്നാൽ തന്നെ നിങ്ങൾ കാഫിറാണ്. കാഫിറാണ്. പിന്നല്ലാതെ വെള്ളിയാഴ്ച മാത്രം പള്ളി പോയ കാഫിറാണ്. കാഫിറാണ് തീർച്ചയായിട്ടും. നിസ്കാരത്തിന് നമ്മൾ ഈമാൻകാരി ഇസ്ലാംകാരി പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താ പറയാറ്? അള്ളാഹുവിൽ വിശ്വസിക്കണം. ആ അതല്ലേ ആദ്യം പറയണ്ടേ. അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും, അതായത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അങ്ങനെയല്ലേ? പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പറയുന്ന മുജാഹിദുകാർ ഈ നബീനെ അംഗീകരിക്കുന്നില്ല, എന്താണ് അതിന് കാരണം? മുജാഹിദുകാർ നബീനെ അംഗീകരിക്കുന്നില്ലേ? ആ ഈ നബിദിനം ആഘോഷിക്കുന്നത് നബി അതിന്റെ കാരണം നബിയെ അംഗീകരിക്കാത്തോണ്ടല്ലോ. നബി അത് ബിദ്അത്ത് എന്ന് പറയുന്ന ഒരു വിഷയമാണ് അവരുടെ. മരിച്ചതും ജനിച്ചതും ഒരേ ദിവസമാണ്. അതുകൊണ്ടൊന്നുമല്ല. അതായത് നബി അത് ചെയ്തിട്ടില്ല. നബിയുടെ എന്താണ് ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, വേറെ ആരുടെയെങ്കിലും ആഘോഷിച്ചതായിട്ട് തെളിവില്ല. ദെർഫോർ നബിദിനമില്ല, ബിദ്അത്താണെന്നാണ് പറയാ, പുത്തനാചാരം. അതാണ് അവർ പറയാം. ആ ശരിയാണ്. അങ്ങനെ ഹദീസ് ഉണ്ടല്ലോ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ. അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. അതുകൊണ്ടാണ് അത് ബിദ്അത്തായതുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ ഓക്കെ ശരി, സമാധാനമായല്ലോ? യെസ്, താങ്ക് യു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.